കർണാടകയിലെ ലയഹങ്കയിൽ കുടിയൊഴിക്കപ്പെട്ടവർ വീട് ലഭിക്കാൻ 5 ലക്ഷം രൂപ നൽകേണ്ടി വരുമെന്നതിൽ വ്യക്തത വരുത്തി കർണാടക സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ബപ്പനഹള്ളിയിൽ ഫ്ളാറ്റിന് പണം നൽകേണ്ടി വരില്ലെന്ന് സർക്കാർ അറിയിച്ചു. ജനറൽ വിഭാഗത്തിന് സബ്സിഡിയായി 8.7 ലക്ഷം രൂപ നൽകും. SC/ST വിഭാഗത്തിന് സബ്സിഡിയായി 9.5 ലക്ഷം രൂപ നൽകാനും തീരുമാനമായി. ബാക്കി വരുന്ന തുകയ്ക്ക് വായ്പാ സൗകര്യമൊരുക്കാനും ധാരണയായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് സബ്സിഡിക്ക് പുറമെ കേന്ദ്ര സബ്സിഡിയും ലഭ്യമാക്കും. നേരത്തെ BBMP സബ്സിഡി മാത്രമാണ് പ്രഖ്യാപിച്ചിരുന്നത്. 5 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. അർഹരായവരുടെ പട്ടിക നാളെ മുതൽ തയ്യാറാക്കി തുടങ്ങും. ജനുവരി 1 മുതൽ ഫ്ളാറ്റുകൾ കൈമാറി തുടങ്ങുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ബൈപ്പനഹള്ളിയിലെ വീടുകൾ സൗജന്യമായി കൈമാറില്ല എന്നും വീടിന് ഓരോരുത്തരും 5 ലക്ഷം രൂപ വീതം നൽകണമെന്നും സർക്കാർ തീരുമാനിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 11.2 ലക്ഷം രൂപയുടെ വീട് 5 ലക്ഷം രൂപയ്ക്ക് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലായിരുന്നു ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഡിസംബർ 20-നാണ് ലയഹങ്കയിലെ കൊഖിലു ഗ്രാമത്തിൽ കയ്യേറ്റം ആരോപിച്ച് 400-ലധികം വീടുകൾ അധികൃതർ പൊളിച്ചുമാറ്റിയത്. ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് പോലീസ് സംരക്ഷണത്തോടെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഫക്കീർ കോളനിയിലെയും വസീം ലേഔട്ടിലെയും വീടുകൾ പൊളിച്ചുമാറ്റിയത്. രാജീവ് ഗാന്ധി ഹൗസിംഗ് സ്കീമിൽ 180 ഫ്ളാറ്റുകൾ ബപ്പനഹള്ളിയിൽ നൽകാൻ തീരുമാനമായി എന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. ആധാർ, റേഷൻ കാർഡ് അടക്കമുള്ള യഥാർത്ഥ രേഖകളുള്ളവർക്ക് മാത്രമായിരിക്കും വീടുകൾ നൽകുക എന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്തയാണ് കർണാടകയിൽ നിന്ന് വരുന്നത്. കർണാടകയിലെ ബുൾഡോസർ രാജിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം രാജ്യത്തിന്റെ പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കൾ അടക്കം കർണാടക സന്ദർശിക്കുകയും കർണാടക സർക്കാരിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം കർണാടകയിൽ നടന്ന ബുൾഡോസർ രാജിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറും പിണറായി വിജയനെതിരെ രംഗത്തെത്തിയിരുന്നു. രാഷ്ട്രീയ ആയുധമാക്കരുത് ഈ വിഷയം അവസാനിപ്പിക്കണമെന്നും പിണറായി വിജയനോട് DK ശിവകുമാർ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ ഒരു വാർത്ത കർണാടക സർക്കാർ തന്നെ പറയുകയാണ്.